ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിലെ സീസൺ 1-ൻ്റെ അതിലെ 16-ാമത്തെ എപ്പിസോഡാണ്. സോ ഇനി കുറച്ച് ദിവസത്തേന് ഡീമൺ സ്ലെയേഴ്സിൻ്റെ എക്സ്പ്ലനേഷൻ ഇടാമെന്നാണ് ഞാൻ ആലോചിച്ചിരിക്കുന്നത്. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാരണം ഞാൻ നറൂട്ടോയുടെ എക്സ്പ്ലനേഷൻ വീഡിയോസിനൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതിന് എല്ലാത്തിനും കോപ്പറേറ്റ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഡീമൺ സ്ലെയറിൻ്റെ സീസൺ 4 ആയിട്ടുള്ള ഹാഷ്ട്ര ട്രെയിനിങ് ആർക്ക് ഇറങ്ങാൻ പോകുവാണ്. അതിനു മുമ്പ് തന്നെ ഈ 3 സീസൺസും കംപ്ലീറ്റ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. സോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡ് തുടക്കം തന്നെ നമ്മുടെ ഇനോസ്കി ആണെങ്കിൽ അവന്റെ ബീസ്റ്റ് ബ്രീത്തിങ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ആ ഡീമനുള്ള സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, അവർക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കത്തില്ല. കാരണം ആ കൺട്രോൾ ചെയ്യുന്ന ഡീമൻ അവിടെയുള്ള ഡീമൺ സ്ലേയേഴ്സിനെയൊക്കെ കൺട്രോൾ ചെയ്ത് ഇവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം മറ്റൊരു സ്ഥലത്ത് നമ്മുടെ സെനിച്ചു ആണെങ്കിൽ ഓടി മടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്, ഹെനിസ്കോ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്റെ അടുത്ത് വന്നിരിക്കും, നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സെനിച്ചു. സമയം മറ്റൊരു സ്ഥലത്ത് നമ്മുടെ താൻജറോയ്ക്കും അതുപോലെ തന്നെ ഇനോസ്കിക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ആ ഡീമനുള്ള സ്ഥലം ഇവർക്ക് രണ്ടുപേർക്കും കിട്ടി, പക്ഷെ അങ്ങോട്ട് പോകാൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഇനോസ്കി താൻജറോട് ചോദിക്കുവാണ്, നമുക്ക് ഈ ഡീമൺ സ്ലേയേഴ്സിനെ എല്ലാവരെയും കൊന്നിട്ട് നമുക്ക് അങ്ങോട്ട് നേരെ തന്നെ പോകാം. നമ്മുടെ താൻജറോ പറയുവാണ്, അതൊന്നും പറ്റത്തില്ല, നമുക്ക് ഇവരെ രക്ഷിച്ചേ പറ്റത്തുള്ളൂ. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടൊരു ഡീമൺ സ്ലെയർ വന്നിട്ട് നമ്മുടെ താൻജറോനെ ആക്രമിക്കാൻ പോവാണ്. പക്ഷേ അതേ സമയത്ത് തന്നെ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഡീമൺ സ്ലെയർ വന്നിട്ട് അത് തടുക്കുവാണ്. ഇതേ സമയത്ത് തന്നെ ആ ഡീമൺ സ്ലെയർ പറയുവാണ്, ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ മറ്റേ ഡീമന്റെ കാര്യം നോക്കുക. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഇനോസ്കി പറയുവാണ്, നീയാണ് ഇവരെ നോക്കാൻ പോകുന്നത്, ഇത്ര ആൾക്കാരെ നീ ഒറ്റയ്ക്ക് നോക്കുപോന്ന്, നീ ഒരു പേടിത്തൊണ്ടരല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇതേ സമയത്ത് തന്നെ ഇതൊക്കെ കേട്ട ആ ഡീമൺ സ്ലെയർ പറയുവാണ്, നിന്റെ വായടച്ചു വെച്ച് ഞാൻ നിന്നോടല്ല സംസാരിച്ചത്, ഞാൻ താൻജറോടാണ് സംസാരിച്ചെന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും അടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ താൻജറോ പറയുവാണ്, എന്നാൽ നീ അവരുടെ കാര്യം നോക്കിക്കോ, ഞങ്ങൾ രണ്ടുപേരും ആ ഡീമനെ പോയി കൊല്ലാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇനോസ്കിയെ വിളിച്ചോണ്ട് ആ ഡീമന്റെ അടുത്തോട്ട് പോവുകയാണ്. നമ്മുടെ ഇനോസ്കി നമ്മുടെ താൻജറോയ്ക്ക് വഴിയും കാണിച്ചു കൊടുക്കുവാണ്. ആ ഡീമൻ എവിടെ രണ്ടുപേരും കുറെ നേരം കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുവാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ താൻജറോ ഇനോസ്കിയോട് ചോദിക്കുവാണ്, നമ്മൾ ശരിയായിട്ടുള്ള വഴി കൂടെ തന്നെയാണോ പോകുന്നതെന്ന്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഇനോസ്കി പറയുവാണ്, നിനക്ക് എൻ്റെ ടെക്നിക്ക് തീരെ വിശ്വാസം ഇല്ല അല്ലേ, എനിക്ക് നല്ല രീതിയിൽ വിശ്വാസമുണ്ട്, നമ്മൾ ശരിയായിട്ടുള്ള വരി കൂടെ പോകാമെന്ന് പറഞ്ഞ് ദേഷ്യത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇനോസ്കി. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടൊരു ശബ്ദം വരുവാണ്. അവർ നോക്കുന്ന സമയത്താണ് കാണുന്നത്, നോക്കുന്ന സമയത്ത് അതൊരു ഡീമൺ സ്ലെയർ ആയിരുന്നു. ആ ഡീമൺ സ്ലെയറും ഡീമന്റെ കൺട്രോളിൽ തന്നെയാണ്, പക്ഷേ അവൾക്ക് ബോധമുണ്ട്. ഇതേ സമയത്ത് തന്നെ അവൾ പറയുവാണ്, നിങ്ങൾ കഷ്ടമുണ്ട്, നിങ്ങൾ ഹാസ്രാനെ വിളിച്ചോണ്ട് വാ, അല്ലെങ്കിൽ ഇനി ഇവിടെ വരാൻ പോകുന്ന എല്ലാ ഡീമൺ സ്ലെയേഴ്സും മരിച്ചു വീരും എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുവാണ് ആ ഡീമൺ സ്ലെയർ. കേട്ടിട്ട് നമ്മുടെ താൻജറോയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇതേ സമയം തന്നെ ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആ ഡീമനെ കാണിക്കുവാണ്. ആ ഡീമന്റെ അടുത്തോട്ട് വേറൊരു ഡീമൻ കൂടെ വരുവാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ആ ഡീമനാണ്. എന്നിട്ട് ആ ഡീമൻ വന്നിട്ട് ഈ ഡീമനോട് ചോദിക്കുവാണ്, അമ്മേ നിങ്ങൾക്ക് ഉറപ്പാണോ നിങ്ങളെ കൊണ്ട് ഈ ഡീമൺ സ്ലേയേഴ്സിനെയൊക്കെ കൊല്ലാൻ സാധിക്കുമെന്ന്. കേട്ടിട്ട് ആ ഡീമൻ ചെറുതായിട്ടൊന്ന് പേടിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ മറ്റേ ഡീമൻ പറയുകയാണ്, നിങ്ങൾക്ക് തന്ന ജോലി നിങ്ങൾ പെട്ടെന്ന് തീർത്തില്ലെങ്കിൽ എനിക്ക് എൻ്റെ അച്ഛനോട് ഈ കാര്യങ്ങൾ പറഞ്ഞേ പറ്റത്തുള്ളെന്ന്. ഇതേ സമയത്ത് തന്നെ ആ അമ്മയായിട്ടുള്ള ഡീമൻ പറയുകയാണ്, അയ്യോ ദൈവം ചെയ്ത് പറയില്ല, ഞാൻ ഇവരെ എല്ലാവരെയും പെട്ടെന്ന് തന്നെ കൊന്നു കളയാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഡീമൻ. ഇതേ സമയത്ത് തന്നെ മറ്റേ ഡീമൻ പറയുവാണ്, നിങ്ങൾക്ക് ഞാൻ കുറച്ച് സമയം കൂടെ തരാം, അതിനുള്ളിൽ നിങ്ങൾ ഇവരെ കൊന്നിട്ടില്ലെങ്കിൽ എനിക്ക് അച്ഛനോട് പറഞ്ഞേ പറ്റത്തുള്ളെന്ന്. ഇതേ സമയത്ത് തന്നെ മറ്റേ ഡീമൻ വളരെ വേഗത്തിൽ തന്നെ ഇവരെ കൊല്ലാമെന്ന് പ്ലാൻ ചെയ്തിട്ട് അവരെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുവാണ്. ഇതേ സമയത്ത് തന്നെ അവരോട് സംസാരിച്ചുകൊണ്ടിരുന്ന ഡീമൺ സ്ലെയർ നമ്മുടെ താൻജറോനെ ആക്രമിക്കാൻ വരുവാണ്. ഈ ആക്രമിക്കുന്ന സ്പീഡ് കണ്ടിട്ട് നമ്മുടെ താൻജറോ ഞെട്ടി നിൽക്കുവാണ്. എന്നിട്ട് ചോദിക്കുവാണ്, നിനക്ക് ഇത്ര സ്പീഡൊക്കെ ഉണ്ടോ എന്ന്. ഇതേ സമയത്ത് തന്നെ ആ ഡീമൺ സ്ലെയർ പറയുവാണ്, ഇതൊന്നും എൻ്റെ സ്പീഡല്ല, ഇതൊന്നും ഞാൻ സ്വയമായിട്ട് ചെയ്യുന്നില്ല, ഇത് മറ്റേ ഡീമൺ കൺട്രോൾ ചെയ്താണ് ചെയ്യുന്നത്, നിങ്ങൾ പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടോ എന്ന് ആ ഡീമൺ സ്ലെയർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ആ കൺട്രോൾ ചെയ്യുന്ന ഡീമൻ ആണെങ്കിൽ ഈ ഡീമൺ സ്ലെയറിന്റെ എല്ലൊക്കെ ഒടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ ഡീമൺ സ്ലെയർ ഇപ്പോൾ ഇവളുടെ ബോധത്തിലാണ്, അതുകൊണ്ട് തന്നെ ഇവളുടെ കൺട്രോളിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് പറഞ്ഞാണ് ഇവളുടെ എല്ലൊക്കെ ഓടിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ ആ ഡീമൺ സ്ലെയർ ആണെങ്കിൽ വേദനിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ വളരെ വേഗത്തിൽ നമ്മുടെ താൻജറോനെ ആക്രമിക്കുകയും കൂടെ ആണ്. ഇതൊക്കെ കണ്ട് നമ്മുടെ താൻജറോ വിചാരിക്കുവാണ്, എങ്ങനെങ്കിലും ഈ ഡീമനെ കൊന്നേ പറ്റൂ, ഇവളെ കൺട്രോൾ ചെയ്യുന്ന ഡീമനെ എങ്ങനെയെങ്കിലും കൊന്നേ പറ്റൂ എന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ താൻജറോ. ഇതേ സമയത്ത് തന്നെ ആ കൺട്രോൾ ചെയ്യുന്ന ഡീമന് മനസ്സിലാവാണ്, ഈ ഒരു ഡീമൺ സ്ലെയറിനെ കൊണ്ടൊന്നും ഈ ഡീമൺ സ്ലെയേഴ്സിനെ കൊല്ലാൻ സാധിക്കത്തില്ല, അതുകൊണ്ട് തന്നെ ഒരുപാടധികം ഡീമൺ സ്ലെയേഴ്സ് വേണമെന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഡീമൺ സ്ലെയേഴ്സിനെയും കൂടെ കൊണ്ടുവരുവാണ്. ഇവർക്ക് എല്ലാവർക്കും ബോധമുണ്ട്, പക്ഷെ അവരുടെ എല്ലാവരുടെയും എല്ലാം ഒടിച്ചിട്ടുണ്ട്. അതിൻ്റെ വേദനയും കൊണ്ട് പറയുവാണ്, കഷ്ടമുണ്ട്, എന്നെ ഒന്ന് കൊന്നു തരാമോ എന്നൊക്കെ പറഞ്ഞ് അവരോട് ചോദിച്ചുകൊണ്ടിരിക്കുവാണ് നമ്മുടെ ഡീമൺ സ്ലെയർ. ഒക്കെ കേട്ടാൽ നമ്മുടെ ഇനോസ്കി പറയുവാണ്, ഇപ്പം ശരിയാക്കി തരാം, ഞാൻ ഇപ്പം നിങ്ങളെല്ലാവരെയും കൊന്നു തരാമെന്ന് പറയുവാണ്. ഇതൊക്കെ കണ്ട് നമ്മുടെ താൻജറോ പറയുവാണ്, എടോ ദേവി ഇവരെ ഒന്നും കൊല്ലൽ, ഇവരെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു വഴി കാണുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ താൻജറോ. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഇനോസ്കി പറയുവാണ്, നീ വിചാരിച്ചോ എനിക്ക് ഇവരെ കൊന്നിട്ട് സന്തോഷം വരുമെന്ന്, അതുകൊണ്ടല്ല ഞാൻ ഇവരെ കൊന്നിട്ട് എങ്ങനെയെങ്കിലും രക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെന്ന്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ താൻജറോ പറയുവാണ്, വേണ്ട വേണ്ട എടാ ഇനോസ്കി അങ്ങനെയൊന്നും ചെയ്യരുത്, നമുക്ക് ഇവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കാം. കേട്ടിട്ട് നമ്മുടെ ഇനോസ്കി നമ്മുടെ താൻജറോ എടുത്തോട്ട് തിരിച്ചു വരുവാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഇനോസ്കി നമ്മുടെ താൻജറോ ചോദിക്കുവാണ്, ഇനി നീ പറ എങ്ങനെയാണ് ഇവരെ രക്ഷിക്കുന്നതെന്ന്. നമ്മുടെ താൻജറോ ഒന്ന് ആലോചിച്ചിട്ട് നമ്മുടെ താൻജറോയ്ക്ക് ഒരു ഐഡിയ കിട്ടുവാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ താൻജറോ അവിടെ നിന്ന് ഓടുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഇനോസ്കി ആലോചിക്കുവാണ്, എന്തുവാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന്. നോക്കുന്ന സമയത്ത് നമ്മുടെ താൻജറോയുടെ പുറകെ കൂടെ ഡീമൺ സ്ലേയേഴ്സ് എല്ലാം ഓടുന്നുണ്ട്. അങ്ങനെ താൻജറോയുടെ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ആ ഡീമൺ സ്ലെയറിനെയൊക്കെ അവിടെ
തൂക്കിയിടുവാണ് നമ്മുടെ താൻജറോ. മരത്തിന് മടക്കി തൂങ്ങിക്കിടക്കുന്ന ഡീമൺ സ്ലേയേഴ്സിനെ ഒന്നും ഇനി നമ്മുടെ ആ ഡീമന് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഇതൊക്കെ കണ്ട് ദേഷ്യം വന്ന ഇനോസ്കി പറയുവാണ്, നിനക്ക് മാത്രമല്ലടാ എനിക്കും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ബാക്കി ഉണ്ടായിരുന്ന എല്ലാ ഡീമൺ സ്ലേയറിനെ എടുത്ത് മരത്തിന്റെ മടക്കി തൂക്കിയിടുവാണ്. എന്നിട്ട് പറയുവാണ്, ഞാനാടാ ഇവിടുത്തെ ഏറ്റവും വലിയ സ്ട്രോങ് ആയിട്ടുള്ള ആളെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇനോസ്കി. ഡീമൺ സ്ലേയേഴ്സിനെ പൊക്കിയെടുത്ത് മേളിലിട്ടെന്ന് പറഞ്ഞ് നമ്മുടെ ഇനോസ്കി പട്ടിഷോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ മസിൽസ് എല്ലാം കാണിച്ചിട്ട് നമ്മുടെ താൻജറോട് ചോദിക്കുവാണ്, എടാ താൻജറോ നീ അത് കണ്ടോ, ഞാൻ എത്ര ഡീമൺ സ്ലേയേഴ്സിനെ ഒറ്റയടിക്ക് മേളിലോട്ട് ഇട്ടത്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ താൻജറോ പറയുവാണ്, അയ്യോ എടാ ഞാൻ കണ്ടില്ലടാ, ഞാൻ ഇവിടെ വേറൊരു ഡീമൺ സ്ലേയറിനെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നടാ. ഇതേ സമയത്ത് തന്നെ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഇനോസ്കി അങ്ങ് ഇല്ലാതായി പോവുകയാണ്. ഇതേ സമയം മറ്റൊരു സ്ഥലത്ത് ഇവരെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആ ഡീമൻ പറയുവാണ്, ഈ ഡീമൺ സ്ലേയേഴ്സിനെ കൊണ്ട് ഒരു ഉപകാരമില്ലേ, ഇവരൊക്കെ ഭയങ്കര പവറായിട്ടുള്ള ആളാണ്, ഇവരെ എൻ്റെ ശരിക്കുള്ള പവർ കാണിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഡീമൻ. ഇതേ സമയം മറ്റൊരു സ്ഥലത്ത് ഒരു കരയുന്ന സൗണ്ട് കേൾക്കുവാണ്. ആ നോക്കുന്ന സമയത്ത് അത് നമ്മുടെ സെനിറ്റ്സു ആയിരുന്നു. സെനിറ്റ്സു ആണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവൻ കാട്ടിലെ വഴി തെറ്റിയിരിക്കുവാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ സെനിറ്റ്സു പറയുവാണ്, എടാ താൻജറോ ഇനോസ്കി ആരെങ്കിലും ഒന്ന് എന്നെ വരുന്ന രക്ഷിക്കണം, എനിക്ക് കല്യാണം കഴിക്കാനുള്ളതാണ്, നെസ്കോ എന്നെ ഒന്ന് രക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സെനിറ്റ്സു. അങ്ങനെ സെനിറ്റ്സു തന്നെ പറയുകയാണ്, അയ്യോ ഇവിടെ ആരുമില്ല, ഞാൻ ഇവിടെ തന്നെ കിടന്ന് മരിക്കേണ്ടി വരും, എനിക്കിവിടെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല, നെസ്കോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സെനിറ്റ്സു വീണ്ടും. ഇതേ സമയം തന്നെ നമ്മുടെ സെനിറ്റ്സുവിനോട് പിണങ്ങിപ്പോയ സെനിറ്റ്സുവിന്റെ കിളി അവന്റെ തലയിൽ വന്നിരിക്കുവാണ്. ഇതേ സമയം തന്നെ നമ്മുടെ സെനിറ്റ്സു പറയുന്നത്, നിനക്ക് മാത്രമേ എന്നോട് സ്നേഹമുള്ളെന്ന് പറഞ്ഞ് ആ കിളിയെ പിടിച്ച് ഉമ്മ വെച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സെനിറ്റ്സു. കാണിക്കുന്നത് നമ്മുടെ താൻജറോനെ അതുപോലെ തന്നെ നമ്മുടെ ഇനോസ്കിയാണ് കാണിക്കുന്നത്. ഇതേ സമയം തന്നെ നമ്മുടെ ഇനോസ്കി താൻജറോട് പറയുകയാണ്, നീ അത് കണ്ടില്ലല്ലേ, ഞാനിപ്പോൾ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് അവസാനമായിട്ടുള്ള ആ ഡീമൺ സ്ലേയറിനെ എടുത്ത് മേളിലോട്ട് എറിയാൻ വേണ്ടി നമ്മുടെ ഇനോസ്കി അടുത്തോട്ട് പോവാണ്. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ താൻജറോ പറയുവാണ് ഇനോസ്കിയോട്, ഇനോസ്കി നീ ഒന്ന് സൂക്ഷിച്ചോ, ആ ഡീമൻ നിന്നെ കൺട്രോൾ ചെയ്യുമെന്ന്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഇനോസ്കി പറയുവാണ്, എന്നെ ഒന്നും ആ ഡീമൻ ഒന്നും കൺട്രോൾ ചെയ്യാൻ പോകുന്നില്ലെന്ന്. ഇതേ സമയത്ത് തന്നെ ആ ഡീമനെ കാണിക്കുവാണ്, ഇനിയും ഈ ഡീമൺ സ്ലേയേഴ്സിനെ കൊണ്ട് ഒരു ഗുണമില്ല, ഇവരെ എല്ലാവരെയും കൊന്നു കളയാമെന്ന് പറഞ്ഞിട്ട് അവരുടെ കരുത്ത് തിരിച്ച് അവരെ എല്ലാവരെയും കൊല്ലുവാണ്. ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വരുവാണ് നമ്മുടെ ഇനോസ്കിക്ക്. കാരണം ഇത്ര നേരവും അവർ ഇവരെ രക്ഷിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു, അവരെല്ലാവരും ഇപ്പം മരിച്ചു. അതേസമയം നമ്മുടെ താൻജറോയ്ക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വരുവാണ്. ഭയങ്കരമായിട്ട് ദേഷ്യം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ദേഷ്യം, അതിന്റെ വൈബ്രേഷൻ നമ്മുടെ ഇനോസ്കിക്ക് വരെ കിട്ടുന്നുണ്ട്. ഇതൊക്കെ കയറി കലിപ്പ് കൺട്രോൾ ചെയ്യാതെ നമ്മുടെ താൻജറോ പറയുവാണ്, ഇനി നമ്മൾ ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല, ആ ഡീമനെ എങ്ങനെയെങ്കിലും കൊന്നേ പറ്റും, നമ്മൾ ആ ഡീമനെ കൊന്നിട്ട് ഇവിടുന്ന് പോകട്ടുള്ളെന്ന് നമ്മുടെ ഇനോസ്കിയോട് പറയുവാണ്. ഇതേ സമയത്ത് തന്നെ അവർ രണ്ടുപേരും അവിടെ നിന്ന് പോവുകയാണ് നമ്മുടെ ആ ഡീമന്റെ അടുത്തോട്ട്. അവർ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ താൻജറോയ്ക്ക് ഒരു സ്മെല്ല് കിട്ടുവാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ താൻജറോ ഇനോസ്കിയോട് പറയുവാണ്, ഇനോസ്കി ഇവിടെ ഒരു ഡീമൻ വരും, നീ ഒന്ന് സൂക്ഷിച്ചോന്ന്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഇനോസ്കി ചാടിപ്പോയിട്ട് പറയുവാണ്, ഞാൻ ആ ഡീമനെ നേരത്തെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ആ ഡീമനെ കൊല്ലാൻ വേണ്ടി ചാടുവാണ്. നോക്കുന്ന സമയത്ത് ആ ഡീമന് തലയില്ല, അത് ആ ഡീമനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ശരിക്കും ഒരു ഡീമനല്ല, ആ ഡീമന്റെ ശരീരം മാത്രം ആ കൺട്രോൾ ചെയ്യുന്ന ഡീമൻ കൺട്രോൾ ചെയ്യുവാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ താൻജറോയും അതുപോലെ തന്നെ ഇനോസ്കിയും ചിന്തിക്കുവാണ്, ഇതൊക്കെ ഒരു ഡീമനാണോ, ഈ ഡീമനെ എങ്ങനെ കൊല്ലും, തലയില്ലാത്ത ഡീമനെ എങ്ങനെ കൊല്ലുമെന്ന് നീ ഒന്ന് പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇനോസ്കി. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നെസ്കോനെ തപ്പി നടക്കുന്ന നമ്മുടെ സെനിറ്റ്സുവിനെയാണ്. വളരെയധികം പേടിച്ച് കണ്ണൊക്കെ അടച്ചുകൊണ്ടാണ് നമ്മുടെ സെനിറ്റ്സു നടക്കുന്നത്. ഇതേ സമയം അങ്ങോട്ടൊരു സൗണ്ട് കേൾക്കുന്നു, അയ്യോ എന്നെ ഇപ്പോൾ കൊല്ലാൻ വരുവാണ്, എന്നെ ഇപ്പോൾ കൊല്ലുവേ, എനിക്ക് കല്യാണം കഴിക്കാനുള്ള പറഞ്ഞെന്നു. തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അത് കുറച്ച് കിളികൾ പറന്നു പോകുന്ന സൗണ്ട് ആയിരുന്നു. ഇതേ സമയത്ത് തന്നെ നമ്മുടെ സെനിറ്റ്സു പറയുവാണ്, അയ്യേ ഒരു കിളികൾ പറന്നു പോകുന്ന സൗണ്ട് ആയിരുന്നു, ഇത് കണ്ടോണോ ഞാൻ പേടിച്ചെന്ന് പറഞ്ഞ് ആശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രശ്നമുണ്ട്, സത്യം പറഞ്ഞാൽ നമ്മുടെ സെനിറ്റ്സുവിന്റെ പുറകെ ഒരു ഡീമൻ നടക്കുന്നുണ്ട്, പക്ഷെ അത് സെനിറ്റ്സുവിന് മനസ്സിലായി. കാണിക്കുന്നത് നമ്മുടെ താൻജറോനെ അതുപോലെ തന്നെ നമ്മുടെ ഇനോസ്കിനെയാണ്. ഇനോസ്കി ചിന്തിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ തലയില്ലാത്ത ഡീമനെ എങ്ങനെ കൊല്ലുമെന്ന്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ താൻജറോ പറയുവാണ്, ശരിയായിട്ടുള്ള ഒരു ആംഗിളിൽ ഈ ഡീമനെ വെട്ടിയാൽ നമുക്ക് ഈ ഡീമനെ കൊല്ലാൻ സാധിക്കും, ഇത്രയുള്ള കാര്യം ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇനോസ്കി ആ ഡീമനെ വെട്ടാൻ വേണ്ടി ചാടി കയറുവാണ്. ഇതേ സമയത്ത് തന്നെ ആ ഡീമൻ ആണെങ്കിൽ അവരുടെ ചെലന്തി വല യൂസ് ചെയ്തിട്ട് ഇനോസ്കിയുടെ ദേഹത്ത് മുറിവ് വരുത്തുവാണ്. അതുമാത്രമല്ല ഇനോസ്കിയെ അവരുടെ ചെലന്തി വല യൂസ് ചെയ്തിട്ട് അവിടെ കെട്ടിയിടുകയും കൂടാണ്. ഇതേ സമയത്ത് തന്നെ ആ തലയില്ലാത്ത ഡീമൻ ഇനോസ്കിയെ കൊല്ലാൻ വേണ്ടി വരുവാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ താൻജറോ ജസ്റ്റ് മിസ്സിന് നമ്മുടെ ഇനോസ്കിയെ രക്ഷിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ താൻജറോ പറയുവാണ്, എനിക്ക് ഈ ഡീമനെ ഒറ്റയ്ക്ക് കൊല്ലാൻ സാധിക്കത്തില്ല, എനിക്ക് നിന്റെ സഹായം ഉറപ്പായിട്ടും വേണം, എനിക്ക് നിന്റെ സഹായം വേണമെന്ന് നമ്മുടെ താൻജറോ ഇനോസ്കിയോട് പറയുവാണ്. ഇതൊക്കെ കേട്ട ഇനോസ്കി ആണെങ്കിൽ നെസ്കോയുടെ പെട്ടിയിലേക്ക് ചാടി കയറിയിട്ട് നമ്മുടെ ആ ഡീമന്റെ രണ്ട് കൈയും അങ്ങ് വെട്ടിക്കളയുവാണ്. തന്നെ നമ്മുടെ താൻജറോ ഇനോസ്കിയോട് പറയുവാണ്, നീ അതിനെ ബാക്കിൽ കൂടെ അറ്റാക്ക് ചെയ്യും, ഞാൻ ഇതിന്റെ അടിയിൽ കൂടെ അറ്റാക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ താൻജറോ വാട്ടർ ബ്രീത്തിങ്ങിന്റെ 4ാമത്തെ ഫോം എടുത്തിട്ട് ആ ഡീമന്റെ രണ്ട് കാലങ്ങൾ വെട്ടിക്കളയുകയാണ്. ഇതൊക്കെ നമ്മുടെ ഇനോസ്കി കാണുന്നുണ്ട്. ഇതേ സമയം തന്നെ ഇനോസ്കി മനസ്സിലാലോചിക്കുവാണ്, നമ്മുടെ താൻജറോയ്ക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ ശക്തിയുണ്ട്, അതുപോലെ തന്നെ നല്ല രീതിയിൽ ബുദ്ധിയുമുണ്ട്, അതിനെക്കാട്ടി ശക്തി എനിക്കുണ്ടറാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇനോസ്കി ആണെങ്കിൽ ആ ഡീമനെ 2 പീസാക്കി മാറ്റുകയാണ്. ഇതേ സമയത്ത് തന്നെ ആ ഡീമൻ മരിച്ചു പോവുകയാണ്, അവിടുന്ന് ഭസ്മമായിട്ട് പോവുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ താൻജറോ ഇനോസ്കിയോട് പറയുവാണ്, ഇനോസ്കി നീയാടാ ഇവനെ കൊന്നത്, നീ ഒരു ശക്തനാടാ, നീ സത്യം പറഞ്ഞ ഒരു പൊളിയാടാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇനോസ്കിയെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ താൻജറോ. ഇതൊക്കെ കേട്ട് ഭയങ്കരമായിട്ട് സന്തോഷം വന്ന നമ്മുടെ ഇനോസ്കി ആണെങ്കിൽ ഓടിപ്പോവുകയാണ് നമ്മുടെ താൻജറോ എടുത്തോട്ട്. എന്നിട്ട് നമ്മുടെ താൻജറോനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുകയാണ്, നീ ഇപ്പം കണ്ടത് എൻ്റെ ചെറിയ പവർ മാത്രമാണ്, എൻ്റെ ശരിക്കുള്ള പവർ ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇനോസ്കി. നമ്മുടെ താൻജറോനെ ആകാശത്തോട്ട് എടുത്തെറിയുവാണ് നമ്മുടെ ഇനോസ്കി. ഇതേ സമയത്ത് തന്നെ നമ്മുടെ താൻജറോയ്ക്ക് ആ ഡീമന്റെ ശരിക്കുള്ള സ്പോട്ട് കണ്ടുപിടിക്കുവാണ്. ഇതേ സമയത്ത്
സമയത്ത് തന്നെ ആ ഡീമൻ ആലോചിക്കുവാണ്, ഓ അവർ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ്, അവരെൻ്റെ ഡീമനെ കൊന്നു, ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഡീമൻ. എന്ത് ചെയ്യും, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ആകാശത്തോട്ട് നോക്കുന്ന സമയത്താണ് നമ്മുടെ താൻജിറോ ഒരു മാസ് എൻട്രി നടത്തുന്നത്. മാസമായിട്ട് വന്നിട്ട് ആ ഡീമനെ തല വെട്ടാൻ വേണ്ടി നോക്കുവാണ്. ഇതേ സമയത്ത് തന്നെ ആ ഡീമന് മനസ്സിലാവാണ്, എൻ്റെ സമയം എടുത്തു, ഞാൻ മരിക്കാറായി, എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ, ഞാനിപ്പോൾ സ്വതന്ത്രയാവാൻ പോവാന്ന് പറഞ്ഞിട്ട് ആ ഡീമൻ 2 കൈ നീട്ടി ആ മരണത്തിനെ സ്വീകരിക്കുവാണ്. ഇതൊക്കെ കണ്ട നമ്മുടെ താൻജിറോയ്ക്ക് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇതേ സമയത്ത് തന്നെ നമ്മുടെ താൻജിറോയ്ക്ക് മനസ്സിലാവുകയാണ്, ഇവള് മരിക്കാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഇവളെ എനിക്ക് വേദനിപ്പിക്കാതെ കൊല്ലണമെന്ന് പറയുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ താൻജിറോ ആണെങ്കിൽ ആ ഡീമൻ്റെ തലയങ്ങ് വെട്ടുവാണ്. ഇതേ സമയത്ത് തന്നെ ആ ഡീമൻ പറയണേ, എനിക്ക് വളരെയധികം സന്തോഷമായി, എനിക്ക് എന്തുവാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, എൻ്റെ തല പോയ വേദന പോലും ഞാൻ അറിഞ്ഞില്ല, അതുമാത്രമല്ല ഞാനിപ്പോൾ സ്വതന്ത്രയായി എന്ന് പറഞ്ഞിട്ട് ആ ഡീമൻ്റെ തല താരോട്ട് വീഴുകയാണ് കാണിക്കുന്നത്. ഈ ഡീമന് നേരത്തെ എന്താണ് സംഭവിച്ചതെന്നാണ്. ഇതേ സമയം തന്നെ ഒരു വലിയ ഡീമൻ വന്നിട്ട് ഈ ഡീമനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അടി കൊണ്ട് ആ ഡീമൻ്റെ കണ്ണിൽ നിന്ന് ചോരയൊക്കെ വരുവാണ്. ഇതേ സമയം തന്നെ ഈ ഡീമൻ ആ വലിയ ഡീമനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് വെറുതെ എന്നെ അടിക്കുന്നത്. ഇതേ സമയം തന്നെ നമ്മൾ നേരത്തെ കണ്ട ആ ഡീമൻ അങ്ങോട്ട് വരുവാണ്. എന്നിട്ട് ആ ഡീമനോട് പറയുവാണ്, അമ്മേ നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ നിങ്ങളെ അച്ഛൻ എന്തിനാണ് അടിക്കുന്നതെന്ന്. ഇതേ സമയം തന്നെ വേറൊരു സ്ഥലത്തിരുന്ന് ഒളിഞ്ഞു നോക്കി വേറൊരു ഡീമൻ പറയുവാണ്, അമ്മയും അച്ഛനും അടി കൂടുന്നത് നല്ല രസമുണ്ടല്ലോ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഡീമൻ. എന്നാൽ വേറൊരു സ്ഥലത്ത് പെണ്ണായിട്ടുള്ളൊരു ഡീമൻ ഇതൊക്കെ കണ്ടിട്ട് വളരെയധികം വിഷമിച്ച് ഇരിക്കുകയാണ്. ഇതേ സമയം തന്നെ ആ വലിയ ഡീമൻ ഈ അമ്മ ഡീമനെ വളരെയധികം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ മുടി പിടിച്ച് വലിച്ച് തറയിലൊക്കെ അടിക്കുകയാണ്. ആ വേദന സഹിച്ചൊക്കെയാണ് ഈ ഡീമൻ ഇത്ര നാളും ജീവിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് സന്തോഷമായി, ഞാൻ ഇതിൽ നിന്നെല്ലാം പോകുകയാന്ന് പറഞ്ഞ് ആ ഡീമന്റെ തല താരോട്ട് വീരുവാണ്. ഇതേ സമയം തന്നെ നമ്മുടെ താൻജിറോയുടെ കണ്ടിട്ട് ആ ഡീമൻ ആരെയോ ഓർമ്മ വരികയാണ്. ഇതേ സമയത്ത് തന്നെ ആ ഡീമൻ്റെ തല താരോട്ട് വീരുവാണ്. എന്നിട്ട് നമ്മുടെ താൻജിറോട് പറയുവാണ്, നീ നല്ല കാര്യമാണ് ചെയ്തത്, പക്ഷേ നീ നല്ല രീതിയിൽ സൂക്ഷിക്കണം, ഇവിടെ ഒരു 12 സിസിക്കിൽ പെടുന്ന ഒരു ഡീമൻ ഉണ്ടെന്ന്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ താൻജിറോ ഓടി വന്നിട്ട് ആ ഡീമൻ്റെ തലയോട് ചോദിക്കുവാണ്, 12 സിസിക്കിൽ പെടുന്ന ഡീമനോ അതെവിടെയാന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ ആ ഡീമൻ്റെ തല അവിടെ നിന്ന് ഭസ്മമായിട്ട് പോവുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ താൻജിറോ ആകാശം നോക്കിയിട്ട് പറയുവാണ്, എന്തൊക്കെ സംഭവിച്ചാലും ആ 12 സിസിക്കിൽ പെടുന്ന ഡീമനെ ഞാൻ കൊന്നിരിക്കുമെന്ന് പറയുന്നിടത്ത് വെച്ചാണ് ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിൻ്റെ സീസൺ 1 അതിലെ 16ാമത്തെ എപ്പിസോഡ് തീരുന്നത്. സോ ഇനി തൊട്ട് നമ്മുടെ ചാനലിൽ ഡെയിലി വീഡിയോസ് ഇടും. ഞാൻ ഒരു ദിവസം പോലും വിടാതെ ഡെയിലി വീഡിയോസ് ഇടുന്നതായിരിക്കും. സോ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോയിലേക്ക്. സോ അടുത്ത ദിവസം അടുത്ത എപ്പിസോഡ് വരാം. ബൈ.